ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും വളരെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ജെറുസലേമിൽ കെയർ ഗീവർ ആയിട്ട് ജോലി ചെയ്യുന്ന അഖില എസ് ലാൽ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. നമുക്ക് അഖില എസ് ലാലിലേക്ക് വരാം. ഈ ദിവസങ്ങളിലായിട്ട് ഈ ഇറാന്റെ മിസൈൽ വർഷങ്ങൾ, അതുപോലെ ബോംബറിങ് ഈ ജെറുസലേം സിറ്റിനെ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് അവിടെ സിവിലിയൻ താമസിക്കുന്ന ഇടങ്ങളിലായിട്ട് കൂടുതൽ വന്നതെന്ന് അറിയാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ചർച്ചയിൽ ഇടയ്ക്കൊന്ന് ഞാനും കയറേ, കാരണം നിങ്ങൾ രണ്ടാളും മാത്രം സംസാരിച്ചാൽ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ, അതും കൂടി നോക്കണം. ഓക്കെ, സ്ഥിതിഗതികളിലൊക്കെ നമുക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്. കാരണം ഇസ്രായേൽ ഗവൺമെന്റ് ഇവിടുത്തെ ഓരോ സിവിലിയൻസിനും വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്കിവിടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. റെഡ് അലേർട്ട്, അതുപോലെ തന്നെ ഹോം ഫ്രണ്ട് കമാൻഡ് പോലുള്ള ആപ്ലിക്കേഷനകത്ത് ഇസ്രായേൽ ഗവൺമെന്റ് ഓരോ സിവിലിയൻസിനും വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യമായിട്ട് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിനെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ഇറാന്റെ ഭാഗത്തു നിന്നും യമനിലെ ഹൂതികളുടെ ഭാഗത്തു നിന്നും പലസ്തീനിൽ നിന്നും മാസീവ് ആയിട്ടൊരു അറ്റാക്ക് ഇസ്രായേലിന് നേരെ വരുമ്പം നമ്മുടെ ആപ്ലിക്കേഷനകത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു വാർണിംഗ് വരും. അതെ 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 അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ആ രാഷ്ട്രത്തിൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധത്തിനായി നിർമ്മിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് എന്ന് ആ കാലേക്കൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവിടെ കുടിയേറി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഫെസിലിറ്റീസുകൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിനായിട്ടുള്ള ഭൂമിയെ സൃഷ്ടിക്കാത്ത രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവർക്കൊന്നും ഇത്തരം സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടാവില്ല. അവരുടെ തലേ തന്നെ വീഴുക എല്ലാം. ഇതൊരു 9 നില കെട്ടിടമാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും അണ്ടർഗ്രൗണ്ടില് ഈ 9 നിലയിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു ബങ്കർ, ഒരു സേഫ്റ്റി റൂം ഇവരെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ വേഗം തന്നെ ഈ ബങ്കറിലേക്ക് പോകുകയും സുരക്ഷിതമായിട്ട് നമ്മൾ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു സംവിധാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ അറ്റാക്ക് ചെയ്യും. മനസ്സമാധാനം കൊടുക്കാത്ത ഒരുപാട് പ്രദേശങ്ങൾ നമ്മൾ സൃഷ്ടിക്കും. അവർ തിരിച്ചടിക്കുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രത്തിലുള്ള ആൾക്കാർക്ക് ഒളിച്ചിരിക്കാൻ, തടി രക്ഷപ്പെടുത്താൻ നമുക്ക് ബങ്കറുകൾ നിർബന്ധമാണെന്ന് ആദ്യ കാലക്കൂട്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ബിൽഡിംഗ് എടുക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ബങ്കറുകൾ നിർമ്മിക്കുന്നത്. ശരി, അതും നടക്കട്ടെ. ഞാനിവിടെ 5 വർഷമായിട്ട് ജോലി ചെയ്യാണ്. ഈ 5 വർഷത്തെ എന്റെ അനുഭവ സമ്പത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സിവിലിയൻസ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സിറ്റിസൺ എന്നുള്ള ഒരു പരിഗണനയല്ല. ഇവിടുത്തെ എല്ലാവരും ഈക്വൽ ആണ്. നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഈ രാജ്യം നമ്മളെ കാണുന്നത്. നല്ല കാര്യമാണ്. കാരണം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ആൾക്കാർ തന്നെയായിട്ട് പരിഗണിക്കപ്പെടണം. ഇല്ലെങ്കിലുണ്ട് ഓരവിടെ നിൽക്കുന്നത്. ഓരോട് ഇതേ ശത്രുത കാണിക്കുകയാണെങ്കിൽ ഓടിപ്പോവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സാലറി, കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ എല്ലാം നിങ്ങൾക്ക് തരും. പക്ഷേ തൊട്ടടുത്ത് ബോർഡറിൽ താമസിക്കുന്ന, അതിൻ്റെ അപ്പുറം താമസിക്കുന്ന നിരായുധരായിട്ടുള്ള മനുഷ്യരോട് കാണിക്കുന്ന ചെയ്തികൾ ഇടയ്ക്ക് പത്രം വായിക്കുന്നേരം ഒന്ന് നോക്കണം. How many children have you killed? Pierce, Israel is not killing children. Israel is killing children every single day. Pierce, this is a blood label you're putting on Israel. You know it's not true. No, it's not actually. And what you're trying to do is be very weaselly with your words. No, I'm not. The truth is, you are killing a lot of children. You are killing a lot of children on a daily basis. That is indisputable. So how many children have died in the process? Why don't you know that number too? Pierce, please ask this question to the people that can give you the answer. I don't have the answer. Who has the answer? Please don't ask me questions. Who has the answer? Who has the answer? I don't have the answer. And I will tell you something. You're the Israeli ambassador to my country. Who else should I ask? I don't understand how you can know how many you've killed, but you don't know how many civilians you've killed. Why do you know one but not the other? As I said again, I think that it's totally irrelevant. Are you happy that people are going to watch you as an ambassador to your country say that it's irrelevant how many children have been killed? ജനകമായ അവസ്ഥ പൂർണ്ണമായും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. 300-400 വരുന്ന ബാലിസ്റ്റിക് മിസൈൽ, അത്രത്തോളം പ്രഹരണ ശക്തി കൂടിയ ബാലിസ്റ്റിക് മിസൈലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ അയക്കുന്നത്. അത് യാതൊരു നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിന്, ഇസ്രായേലിന്റെ കാര്യത്തിൽ ഞാൻ പറയാണ്, ഇസ്രായേൽ എവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടും ഇസ്രായേൽ പറയാറുണ്ട് സാധാരണ ജനങ്ങളോട്, നമ്മൾ അവിടെ അറ്റാക്ക് ചെയ്യാൻ വരുവാണ്, നിങ്ങൾ അവിടുന്ന് പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം. ഇതൊക്കെ ഇസ്രായേൽ വല്ലാതെ പുലർത്താറുണ്ട്. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടെ എല്ലാവർക്കും പോയിരിക്കുക, ഞങ്ങളിത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറയാം. എവിടത്തേക്കാണ് ഈ ലക്ഷങ്ങൾ ഇറങ്ങിപ്പോവുക? നിങ്ങളെപ്പോലെ അണ്ടർഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ജനതയോട് ഇറങ്ങിപ്പോട് എന്ന് പറയുമ്പോൾ അവർ പോകാനുള്ള സ്ഥലമെങ്കിലും കാണിക്കുക. ഒന്നിച്ചൊരുമിച്ച് ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അവിടെ തന്നെ ബോംബിടുന്ന അവസ്ഥയും ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ഇസ്രായേലിൻ്റെ കാരുണ്യത്തിൻ്റെ
മഹാമനസ്കതയുടെ ഇന്നത്തെ ഒരു റിപ്പോർട്ട് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. ഗസയിലേക്ക് പോകുമ്പോൾ ഗസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കൊല തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 92 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിനിരയായ 30 പേർ ഭക്ഷണത്തിന് വരി നിന്നവരാണ്. ഭക്ഷണത്തിനായി കാത്തുനിന്ന 300 പേരാണ് ഒരാഴ്ചക്കിടെ കൊല്ലപ്പെട്ടത്. സാധാരണ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു 3 ദിവസമായിട്ട് ഉറക്കത്തിന്റെ ഒരു ചെറിയ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് പേടിയെക്കാട്ടിലുപരി നമ്മൾ പെട്ടെന്ന് നല്ല ഉറക്കത്തിൽ കിടന്നുറങ്ങുമ്പോൾ 2:30-ക്കും വെളുപ്പിന് ഒരു 3 മണിക്കും പെട്ടെന്ന് സൈറൻ അടിക്കുവാണ്, നമ്മുടെ ഫോണിൽ അലാം അടിക്കണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ഓടി നമ്മൾ ബങ്കറിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉറക്കത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഒഴിച്ച ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിതിഗതികളൊക്കെ ഓക്കെയാണ്. ഈ പ്രശ്നത്തിൽ ആകെ ടീച്ചർക്ക് അനുഭവിച്ചിരിക്കുന്നത് ഒരു ഉറക്കം ഞെട്ടിപ്പോവുക എന്നുള്ള ഒരു വിഷയം മാത്രം. ഇടയ്ക്ക് സൈറൺ വരുമ്പോൾ ഒന്ന് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ടീച്ചർ ഒന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ കാലങ്ങളോളമായിട്ട് ഇപ്പോൾ അവിടെ രക്തസാക്ഷികളാകുന്ന മനുഷ്യരിൽ ഭൂരിപക്ഷവും നേതൃത്വങ്ങളിൽ പൂർണ്ണമായും അഭയാർത്ഥി ക്യാമ്പുകളിൽ ജനിച്ചവരാണ്, ജയിലുകളിൽ 10-20 വർഷം താമസിച്ചവരാണ്. ഉറക്കിൻ്റെ സന്തോഷം, ജീവിതത്തിൻ്റെ സന്തോഷം, ഉറക്കിൻ്റെ ഒരു ക്ഷീണം തീർന്നിട്ടുള്ളൊരു ഉറക്ക് അതൊന്നും അനുഭവിക്കാത്ത മനുഷ്യരാണവർ. ഇതൊരൊറ്റ രാഷ്ട്രം കൊണ്ടാണ്. നമ്മളത് മാത്രമല്ല ജീവിതം, മറ്റുള്ളവരുടേതും കൂടി ജീവിതമാണ്. ലോകത്ത് മൊത്തം സമാധാനം ഉണ്ടാകണം. ടീച്ചർ അങ്ങനെ സന്തോഷമായി ഉറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട് മനസ്സിൽ. ടീച്ചർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ വടക്കൻ മധ്യ ഇസ്രയേലിലുണ്ടായ ആക്രമണത്തിൽ 8 സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോ ഇവര് സിവിലിയൻസിനെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ ഇസ്രയേൽ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർ ലൈഫിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കണേ. അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ഫലസ്തീൻ ജനതയുടെ ചിത്രമാണത്. ഇതൊന്നും സാധാരണ ജനതയല്ലേ? ഇവരെ മനുഷ്യരായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ലേ? ഇസ്രായേലിൻ്റെ മഹത്വം പറയുമ്പോൾ അവർ സൃഷ്ടിച്ച ഒരുപാട് വീഡിയോകളും ചിത്രങ്ങളും ഉണ്ട്. ആ ഫലസ്തീൻ ജനതയുടെ പട്ടിണി പാപങ്ങളുടെ ദുരിതങ്ങൾ അത് സാക്ഷി നിൽക്കും നിങ്ങൾക്കെതിരെ. ഒക്ടോബർ 7, അതായത് 2.5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒക്ടോബർ 7-ാം തീയതിയാണ് നമുക്കിവിടെ ഒരു വലിയ യുദ്ധം വരുന്നത്. ആ സമയം തൊട്ട് ഈ 2.5 വർഷമായിട്ട് നിർത്താതെ ഗാസയിലേക്കും പലസ്തീനിലേക്കും നമ്മൾ ഇവിടുന്ന് യുദ്ധം. ടീച്ചറെ, അതൊരു യുദ്ധമായിരുന്നില്ല. ഫലസ്തീനികളും ഇസ്രായേലും തമ്മിലുള്ളത് ഒരു യുദ്ധമല്ല. അവരുടെ കല്ലും കവണയും തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് കിട്ടുന്ന മരുന്നും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക രാഷ്ട്രത്തിനെതിരെയുള്ള ജീവൻ മരണ പോരാട്ടം. അത് അവരുടെ ഭാഗത്ത് ജീവൻ മരണ പോരാട്ടം. നിങ്ങൾക്ക് ചെറിയ സൈറണും ചെറിയ വിഷയങ്ങളുമായിട്ട് നിങ്ങൾ അറിയുന്നില്ല അങ്ങനത്തെ വിഷയങ്ങളൊന്നും. അതിനെ യുദ്ധം എന്നൊന്നും പറയല്ല കേട്ടോ. നിങ്ങൾ അതിക്രമിച്ച് കയറിയ, സ്വാതന്ത്ര്യം നിഷേധിച്ച ഒരു ജനതയുമായിട്ടുള്ള നിങ്ങളുടെ പീഡനകർമ്മങ്ങളായിരുന്നു അതൊക്കെ. യുദ്ധമല്ല. യുദ്ധം ഇപ്പാണ്. ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ശക്തമായ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഏതൊരു യുദ്ധ സമയത്തും ഒരു രാജ്യം നേരിടുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അതിപ്പം ഏതൊരു യുദ്ധം നടക്കുന്ന ഒരു രാജ്യമായാലും സാമ്പത്തികമായിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടം, അതുപോലെ തന്നെ യുദ്ധാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മാനസിക നില, അതുപോലെ തന്നെ ഒരു അരക്ഷിതാവസ്ഥ. ഈ 2.5 വർഷമായിട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഞാനത് കണ്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യമാണെന്ന് നമുക്കറിയില്ല. നമ്മള് ഡാൻസ് ചെയ്യുന്നു, പാട്ട്. അത് തന്നെയാണ് ഇതുവരെയും പറഞ്ഞു വെച്ച സംഗതികൾ. ഒരു യുദ്ധത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു രാഷ്ട്രം പോലെ അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തു വച്ചിരിക്കുന്നു. നിങ്ങളെ സുരക്ഷിതരാക്കാൻ, അവിടെ ജോലി ചെയ്യുന്ന, അവിടെ താമസിക്കുന്ന അവിടത്തുകാരായിട്ടുള്ള ആൾക്കാരെ സുരക്ഷിതമായിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തു വച്ചിരിക്കുന്നുണ്ട്. ആ സുരക്ഷയിൽ നിന്നാണ് താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവം എല്ലാം കാണുന്നുണ്ട്. അവരുടെ ആണവ നിലയത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ആൾക്കാരുടെ സ്ഥലത്ത് പോയിട്ട് ആ മെയിൻ കമാൻഡോസിനെ വധിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. 2300 കിലോമീറ്ററിൽ പരം ദൂരം ഇവിടുന്ന് പോയി സഞ്ചരിച്ചിട്ട് അവരുടെ ആണവ നിലയത്തെ തകർത്തിട്ട് അവരുടെ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഒളിച്ചിരുന്ന അവരുടെ കമാൻഡോകളെ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് മാൻഹോളിലൂടെ ഒക്കെ പോയിട്ട് നമ്മുടെ ലക്ഷ്യം കണ്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞ കണക്ക് ഇവര് പോയിട്ട് അവരുടെ ലക്ഷ്യം കണ്ട് അവർ തിരിച്ചു വന്നു. ലോക ഭൂപടത്തിലെ ഏറ്റവും ചെറിയ ഒരു രാജ്യമാണ് ഇത്രയും ശക്തമായ രീതിയിൽ 3 രാജ്യത്തിന് നേരെ ഒരുപോലെ നിന്ന് യുദ്ധം ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാനൊക്കെ പറ്റുമോ? എന്നിട്ട് അവിടുത്തെ ജനങ്ങള് ഇത്രയും ആത്മവിശ്വാസം
കൂടി ആ രാജ്യത്ത് നിൽക്കുന്നെങ്കിൽ അത് ഈ രാജ്യത്തിലും ഇവിടുത്തെ പ്രധാനമന്ത്രിയിലും ഇവിടുത്തെ സൈന്യത്തിലും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് താങ്കൾ സംസാരിച്ചിരിക്കുന്നത്. അത്യത്ഭുതകരമാണ്. ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ? മറ്റൊരു രാഷ്ട്രത്തിൽ സത്യസന്ധമല്ലാത്ത ഒരു വിഷയത്തിൻ്റെ പേരിൽ, വ്യക്തമായ ഒരു തെളിവുമില്ലാത്തൊരു വിഷയത്തിൻ്റെ പേരിൽ അണുവായുധം നിർമ്മിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ പോയി കൊന്ന് തിരിച്ചു വരിക, 5-10 വർഷക്കാലം ഇത്തരം ഒരു നീക്കത്തിന് വേണ്ടി പണിയെടുപ്പിക്കുക, മനുഷ്യർക്ക് അതിനുവേണ്ടി സാലറി കൊടുക്കുക, കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുക, തന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള ധിക്കാരത്തോടെ ഇതൊക്കെയും ചെയ്യുക. ഒരു ലോക തമ്മാടി രാഷ്ട്രം എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ചെയ്തികളാണ് ഇതൊക്കെയും. ഇതിനെയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഏതോ ഒരു സീരിയൽ കണ്ട ഭാവത്തിലാണ്, എന്തോ ഒരു നിർവൃതിയോടുകൂടിയാണ്. പുച്ഛമാണ് ഇതിനോട് തോന്നുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നതിന് ഒരു തെളിവും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കണ്ടെത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി. ഇറാനികളുടെ കൈവശം ആവശ്യത്തിന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടായിരിക്കാം, പക്ഷേ അതിനെ ഒരു ആണവായുധമാക്കി മാറ്റുന്നതിന് സാങ്കേതിക വിദ്യയും വിപുലമായ പരീക്ഷണങ്ങളും കൂടി ആവശ്യമാണെന്ന് IAEA മേധാവി വിശദീകരിച്ചു. ഈ റിപ്പോർട്ട് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, കളവ് പറഞ്ഞുകൊണ്ടാണ് ആ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത്തരം ചെയ്തികളുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് ആത്മസംതൃപ്തി കൊള്ളാതെ, നിങ്ങളെപ്പോലെ അച്ഛനുള്ള അമ്മയുള്ള മക്കളുള്ള മനുഷ്യരാണവർ. അവരെയാണ് കൊന്നിരിക്കുന്നത്. അവരുടെ വേദന നിങ്ങൾക്ക് എത്രത്തോളം ആത്മസംതൃപ്തി നൽകുന്ന സംഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു വംശീയതയുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. ഉണ്ടെങ്കിൽ അത് തുടച്ചു നിൽക്കണം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം. അവസാനമായി പറയട്ടെ, ഇറാനിലും ഇസ്രായേലിലും ഓരോ ദിവസങ്ങൾ കൂടുന്തോറും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ജീവൻ ഒരു വിലയുമില്ലാതെ നഷ്ടപ്പെട്ടു പോയത് ഇസ്രായേൽ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ മാത്രമാണ്. അമേരിക്ക പോലും ഇസ്രായേലിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് യുദ്ധം നയിക്കാൻ തയ്യാറാവാത്തതിന് കാരണം ഈ കുറ്റത്തെക്കുറിച്ചുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ്. മറ്റു രാഷ്ട്രങ്ങൾ ബലാബലത്തിനനുസരിച്ച് ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ഇസ്രായേൽ ചെയ്ത ഈ തെറ്റ് അതെത്രത്തോളം ഭീകരമായി, എത്രത്തോളം മനുഷ്യക്കൂട്ടക്കുരുതിക്ക് കളമൊരുക്കുമെന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾ ഈ വിഷയത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ ജീവിതത്തിൻ്റെ സുഖത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ്. നാളെ നിങ്ങളെ ജീവിതവുമായിട്ട് ഈ വിഷയം ബന്ധപ്പെടുകയാണെങ്കിൽ, നിങ്ങളെ ഒരു ഉറക്ക് ഞെട്ടുന്ന വിഷയത്തിൽ നിന്ന് മാറി അത് ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് അത് വഴിമാറിപ്പോവുകയാണെങ്കിൽ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇദ്ദേഹമായിരുന്നു അതിന് കാരണക്കാരൻ എന്ന്.